1993 ജനുവരി 18 ഇംഗ്ലണ്ടിലെ കെൻ കൗണ്ടിയിൽ ഒരു കൊലപാതകം നടന്നു. സുഹൃത്തിനെ കാണാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നുമിറങ്ങിയ ക്ലെയർ ടിൽറ്റ്മാൻ എന്ന 16 വയസ്സുള്ള പെൺകുട്ടിയാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടത്. നഗരമധ്യത്തിൽ വെച്ച് നടന്ന കൊലപാതകമായിട്ടും കില്ലറിനെ ആരും കണ്ടില്ല എന്നുള്ളത് ഈ കേസിന്റെ ദുരൂഹത വർദ്ധിപ്പിച്ചു. 21 വർഷത്തോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ 2014 കില്ലർ ആരാണെന്ന് പോലീസ് കണ്ടെത്തിയത്. എന്താണ് ഈ കേസിനാസ്പദമായ സംഭവം? ക്ലെയർ ടിൽറ്റ്മാൻ എങ്ങനെയാണ് കൊല ചെയ്യപ്പെട്ടത്? ആരായിരുന്നു അവളുടെ കില്ലർ? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ജനുവരി 14 കെൻ കൗണ്ടിയിലെ ഗ്രീൻ ഹൈത്ത് എന്ന ചെറിയൊരു ബ്രിട്ടീഷ് ഗ്രാമത്തിലാണ് ക്ലെയർ ടിൽറ്റ്മാൻ ജനിച്ചത്. ക്ലിഫ് ടിൽറ്റ്മാന്റെയും ലിൻഡയുടെയും ഏക മകളായിരുന്ന ക്ലെയർ പെൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന ഒരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. അവൾക്കവിടെ ധാരാളം സുഹൃത്തുക്കളുമുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ഫയർ ഫൈറ്റേഴ്സിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ക്ലെയറിന് വലുതാവുമ്പോൾ രാജ്യത്തെ വനിതാ അഗ്നിശമന സേനാംഗങ്ങളിൽ ഒരാളാവണമെന്നതായിരുന്നു ആഗ്രഹം. ഹൈസ്കൂൾ പഠനകാലത്ത് പ്രാദേശിക അഗ്നിശമന വകുപ്പ് സംഘടിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലെയും സ്ഥിരം സാന്നിധ്യമായിരുന്നു ക്ലെയർ ടിൽറ്റ്മാൻ. 1993 ജനുവരി 14 അവൾക്ക് 16 വയസ്സ് തികഞ്ഞു. സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ അവസാന നാളുകളായിരുന്നു അത്. 4 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ജനുവരി 18 ഈവനിംഗ്, കോളേജ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി ക്ലെയർ അവളുടെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാൻ തീരുമാനിച്ചു. 1.5 മണിക്കൂറിനുള്ളിൽ തിരിച്ചെത്തുമെന്ന് അമ്മ ലിൻഡയോട് പറഞ്ഞതിനു ശേഷം ഈവനിംഗ് 6 മണിയോടെ ക്ലെയർ വീട്ടിൽ നിന്നുമിറങ്ങി. പക്ഷേ 8 മണി കഴിഞ്ഞിട്ടും അവൾ തിരിച്ചെത്താതായതോടെ ലിൻഡ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ക്ലെയർ ഇത്ര നേരമായിട്ടും തന്റെ വീട്ടിലെത്തിയിട്ടില്ല എന്നാണ് ആ ഫ്രണ്ട് പറഞ്ഞത്. ഇത് കേട്ട് ഭയന്ന ലിൻഡ ക്ലെയറിന്റെ മറ്റെല്ലാ ഫ്രണ്ട്സിന്റെയും വീടുകളിലേക്ക് വിളിച്ചു നോക്കി. എന്നാൽ അവൾ അവിടെയൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതോടെ ലിൻഡ മകളെ അന്വേഷിക്കുന്നതിനായി വീട്ടിൽ നിന്നും പുറത്തിറങ്ങി ആദ്യം കണ്ട അയൽവാസികളിൽ ഒരാളോട് ക്ലെയറിനെ കാണാനില്ല എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോഴാണ് കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറത്ത് വെച്ച് കണ്ടൊരു കാഴ്ച അദ്ദേഹം ലിൻഡയോട് പറഞ്ഞത്. റോഡിനരികിലായി ഒരു ആംബുലൻസും ധാരാളം പോലീസ് വാഹനങ്ങളും നിൽക്കുന്നത് കണ്ട് അവിടെ കൂടി നിൽക്കുന്ന ഒരാളോട് അദ്ദേഹം കാര്യം തിരക്കിയിരുന്നു. ഏതോ ഒരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു എന്നും അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നുമാണ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതുകൂടി അറിഞ്ഞതോടെ ലിൻഡ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെത്തി തന്റെ മകൾ മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് ഒരു പരാതി നൽകി. ആ പരാതിയിൽ ക്ലെയർ ടിൽറ്റ്മാന്റെ ഏജ്, വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൾ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ കളർ, ക്ലെയറിനെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഐഡന്റിഫിക്കേഷൻ മാർക്സ് എന്നിങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും നൽകിയതിനു ശേഷമാണ് ലിൻഡ വീട്ടിലേക്ക് തിരിച്ചു വന്നത്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ലിൻഡയുടെ വീട്ടിലേക്ക് കുറച്ച് പോലീസുകാരെത്തുകയും നടുക്കുന്ന ആ വാർത്ത അവരെ അറിയിക്കുകയും ചെയ്തു. കുറച്ചു മണിക്കൂറുകൾക്ക് മുൻപ് ഇവിടെ അടുത്തായി ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ പരാതിയിലെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ക്ലെയർ ടിൽറ്റ്മാൻ ആണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് എന്നും ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യുന്നതിനായി ആരെങ്കിലും ഹോസ്പിറ്റലിൽ വരണമെന്നുമാണ് പോലീസുകാർ പറഞ്ഞത്. ഇതോടെ ക്ലെയറിന്റെ പാരന്റ്സ് ഹോസ്പിറ്റലിലെത്തി ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്തു. കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് അവരുടെ മകൾ ക്ലെയർ ടിൽറ്റ്മാൻ തന്നെയാണ്. ക്ലെയർ കൊല ചെയ്യപ്പെട്ടതിനെക്കുറിച്ച് പോലീസുകാർ പറയുന്നത് ഇങ്ങനെയാണ്. അന്നു വൈകുന്നേരം 2 യുവാക്കൾ അവരുടെ വാഹനത്തിൽ നഗരത്തിലെ ഒരു റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിനരികിലായി ഒരു പെൺകുട്ടി വേദന കൊണ്ട് നിലത്ത് കിടന്ന് പുളയുന്നതായി കണ്ടു. ദേഹം മുഴുവൻ ചോരയൊലിപ്പിച്ച് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടനുഭവിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ട് അവർ വാഹനം നിർത്തി പുറത്തിറങ്ങുകയും ഓടി അവളുടെ അടുത്തെത്തുകയും ചെയ്തു. അവളെ ഏതോ വാഹനമിടിച്ചിട്ട് നിർത്താതെ പോയതാണെന്നാണ് ആ യുവാക്കൾ ആദ്യം കരുതിയത്. എന്നാൽ സത്യം അതായിരുന്നില്ല. അവളുടെ ദേഹം മുഴുവൻ കത്തികൊണ്ടുള്ള കുത്തേറ്റതിന്റെ മുറിവുകളാണ് കാണാൻ കഴിയുന്നത്. അടുത്ത ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ പെൺകുട്ടിയുടെ ശ്വാസം നിലച്ചു. പിന്നീട് ആ യുവാക്കൾ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞതോടെയാണ് പോലീസ് ഈ വിവരമറിയുന്നത്. ഉടനടി പോലീസും മെഡിക്കൽ ടീമും സ്ഥലത്തെത്തിയെങ്കിലും സമയം ഒത്തിരി വൈകിയിരുന്നു. ആ പെൺകുട്ടി മരണപ്പെട്ടിരിക്കുന്നു. നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് മനസ്സിലായതോടെ പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ക്രൈം സീൻ വിശദമായി പരിശോധിച്ച പോലീസ് ആ പെൺകുട്ടിയെ സഹായിക്കാനെത്തിയ യുവാക്കളുടെയും പരിസര പ്രദേശങ്ങളിലുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെയും മൊഴിയെടുത്തു. എന്നാൽ അതിലൊരാൾ പോലും കൊലപാതകം നേരിട്ട് കാണുകയോ കില്ലറാണെന്ന് സംശയിക്കുന്ന വ്യക്തിയെ കാണുകയോ ചെയ്തിട്ടില്ല. ക്രൈം സീനിൽ നടത്തിയ പരിശോധനകളിൽ നിന്നും അതിന്റെ കാരണം പോലീസ് കണ്ടെത്തി.
ആ പെൺകുട്ടിയെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത് മെയിൻ റോഡിനരികിൽ വെച്ചാണെങ്കിലും അവൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ചല്ല. മെയിൻ റോഡിൽ നിന്നും ഉള്ളിലേക്ക് പോകുന്ന ഒരു ഇടുങ്ങിയ വഴിയുണ്ട്. അവിടെ ധാരാളം ചോര തളം കെട്ടി കിടക്കുന്നുമുണ്ട്. അവിടെ വെച്ചാണ് ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. സർവൈലൻസ് ക്യാമറകളോ മറ്റ് സ്ഥാപനങ്ങളോ ഇല്ലാത്ത ആളുകൾ ഒരു സ്ട്രീറ്റിൽ നിന്നും മറ്റൊരു സ്ട്രീറ്റിലേക്ക് നടന്നു പോവാൻ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഇടുങ്ങിയ വഴിയാണത്. മിക്ക സമയങ്ങളിലും ആ വഴിയിൽ ആളനക്കമുണ്ടാവാറില്ല. അവിടെ വെച്ച് ആക്രമിക്കപ്പെട്ടതുകൊണ്ടാണ് കില്ലറിനെ ആരും കാണാതിരുന്നത്. ക്രൈം സീനിൽ നിന്നും കില്ലറിനെതിരായിട്ടുള്ള യാതൊരു എവിഡൻസും കണ്ടെത്താൻ കഴിയാതിരുന്നതും പോലീസുകാരെ നിരാശരാക്കി. ഇനി ഈ കേസിൽ കൂടുതലായി എന്തെങ്കിലും വിവരം ലഭിക്കണമെങ്കിൽ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി ആരാണെന്ന് കണ്ടെത്തി അവളുടെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടത്തണം. അതിനായി ഡെഡ് ബോഡി ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ഈ സമയത്താണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ലിൻഡ തന്റെ മകളെ കാണാനില്ല എന്നുള്ള പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയതും അതിനെ തുടർന്ന് കൊല ചെയ്യപ്പെട്ട പെൺകുട്ടി ക്ലെയർ ടിൽറ്റ്മാൻ ആണെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞതും. പാരന്റ്സിന്റെ അനുമതിയോടുകൂടി ക്ലെയറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ഡെഡ് ബോഡിയിൽ 9ഓളം സ്ഥലത്ത് ആഴത്തിലുള്ള മുറിവുകൾ കണ്ടെത്തി. കില്ലർ ക്ലെയറിനെ പുറകിലൂടെ വന്നിട്ടാണ് ആക്രമിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, മർഡർ വെപ്പൺ എന്ന് പറയുന്നത് ഒരു നോർമൽ കത്തിയല്ല. അതിന് അസാധാരണമാം വിധം വലിപ്പമുണ്ട് എന്നും മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഒരാൾക്ക് ആ കത്തി പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കാൻ കഴിയില്ല എന്ന് ചുരുക്കം. ചോര പുരണ്ട ഇത്രയും വലിയ കത്തിയുമായാണ് കൊലയാളി ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതും പോലീസുകാരെ ആശ്ചര്യപ്പെടുത്തി. എന്നാൽ പ്രദേശവാസികളായ ചിലരിൽ നിന്നും പോലീസിന് മറ്റു ചില വിവരങ്ങൾ ലഭിച്ചു. അതായത് ആ ദിവസം രാത്രി 7 മണിയോടെ കൊലപാതകം നടന്ന ഇടവഴിയിൽ വെച്ച് ലൈറ്റ് ബ്ലൂ കളർ കോട്ട് ധരിച്ച ഒരാളെ കണ്ടു എന്നും അയാളുടെ പ്രവൃത്തികൾ സംശയം ജനിപ്പിക്കുന്നതാണ് എന്നും ഒരാൾ മൊഴി നൽകിയപ്പോൾ സംശയാസ്പദമായ സാഹചര്യത്തിൽ കറുത്ത ചുരുണ്ട മുടിയുള്ള ഒരാളെ കണ്ടു എന്നാണ് മറ്റൊരാൾ മൊഴി നൽകിയത്. പക്ഷേ അവർക്കാർക്കും ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. കൊലയാളിക്ക് ക്ലെയറിനെ മുൻകൂട്ടി അറിയാമെന്നും വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന്റെ കാരണമെന്നുമാണ് പോലീസുകാരിൽ ഒരു വിഭാഗം ചിന്തിച്ചത്. പക്ഷേ ഇതൊരു സീരിയൽ കില്ലർ നടത്തിയ കൊലപാതകമാണെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ നിഗമനം. അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. 1988 ഡിസംബറിൽ, അതായത് ക്ലെയറിന്റെ കൊലപാതകം നടക്കുന്നതിന് 4 വർഷം മുൻപ് സമാനമായ ഒരു ഇൻസിഡന്റ് ഗ്രീൻ ഹൈത്തിലുണ്ടായിട്ടുണ്ട്. അന്ന് 27 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ആക്രമിക്കപ്പെട്ടത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കെ കത്തിയുമായി എത്തിയ ഒരു അജ്ഞാതൻ യാതൊരു പ്രകോപനവുമില്ലാതെയാണ് അവളെ ആക്രമിച്ചത്. ദേഹത്ത് 5ഓളം തവണ കത്തി കുത്തിയിറക്കിയതിനു ശേഷം അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കൃത്യസമയത്ത് നാട്ടുകാർ ഹോസ്പിറ്റലിൽ എത്തിച്ചതുകൊണ്ട് മാത്രം അവളുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞു. എന്നിരുന്നാലും 9 ദിവസത്തോളം ICUയിൽ കിടന്നതിനു ശേഷമാണ് ആ പെൺകുട്ടിക്ക് ബോധം തിരിച്ചു കിട്ടിയത്. പുറകിലൂടെയുള്ള അറ്റാക്ക് ആയിരുന്നതിനാൽ ആ പെൺകുട്ടിക്ക് അക്രമിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് മാത്രമല്ല, ആ കേസിലെ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല. അതേ വ്യക്തി തന്നെയാണ് ഈ കൊലപാതകത്തിന് പിന്നിലുമുള്ളതെങ്കിൽ അയാൾ ഒരു സീരിയൽ കില്ലർ ആവാനാണ് സാധ്യത. കാരണം യാതൊരു മോട്ടീവുമില്ലാതെയാണ് ഇവർ രണ്ടുപേരും ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. അടുത്ത കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് ക്ലെയറിന്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നത്. ആ ചടങ്ങിൽ കൊലയാളി പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ പോലീസ് ചിന്തിക്കുന്നു. കാരണം ഇതെല്ലാം സീരിയൽ കില്ലേഴ്സിന്റെ ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്ന് മാത്രമല്ല, അവരെ എല്ലാവരെയും ചോദ്യം ചെയ്യുകയും ചെയ്തു. പക്ഷേ സംശയിക്കത്തക്കതായി ഒരാളെപ്പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. എന്നിട്ടും കേസിലൊരു പുരോഗതിയും ഉണ്ടായില്ല. 2 വർഷങ്ങൾക്ക് ശേഷം ക്ലെയർ ടിൽറ്റ്മാന്റെ കൊലപാതകം പലരും മറന്നു തുടങ്ങിയ സമയത്താണ് ഞെട്ടിക്കുന്ന മറ്റൊരു സംഭവം നടന്നത്. 1995 ഒക്ടോബർ 17 ക്ലെയർ കൊല ചെയ്യപ്പെട്ട സ്ഥലത്തിന് ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് വെച്ച് മറ്റൊരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു. ആ പെൺകുട്ടിയുടെ പുറകിലൂടെ വന്ന അക്രമി അവളെ കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ നിലത്ത് വീണ ആ പെൺകുട്ടി ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങിയതോടെ അക്രമി അയാളുടെ കാറിൽ കയറി രക്ഷപ്പെട്ടു. നിസാര പരുക്കുകളോടെ പെൺകുട്ടി രക്ഷപ്പെട്ടുവെങ്കിലും അവളും അക്രമിയുടെ മുഖം കണ്ടിരുന്നില്ല. എന്നാൽ ഈ സംഭവം നടന്ന സമയത്ത് ആ റോഡിലൂടെ ഫോർഡിന്റെ വൈറ്റ് കളറിലുള്ള ഒരു മോഡിഫൈഡ് കാർ അതിവേഗത്തിൽ പോകുന്നത് കണ്ടു എന്ന് ഒരാൾ പോലീസുകാരോട് പറഞ്ഞു. ആ വാഹനം പ്രദേശവാസിയുടേതായിരുന്നതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കണ്ടെത്താനും കഴിഞ്ഞു. കോളിൻ എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വാഹനമായിരുന്നു അത്. ഉടനടി പോലീസ് കോളിനെ ചോദ്യം ചെയ്യാനായി അയാളുടെ വീട്ടിലെത്തി. പോലീസുകാരെ ആശ്ചര്യപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന കോളിനെ അവർക്ക് നേരത്തെ തന്നെ പരിചയമുണ്ട് എന്നുള്ളതാണ്. ക്ലെയറിന്റെ മർഡർ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് കില്ലറാണെന്ന് സംശയിക്കുന്ന വ്യക്തിയെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് കോളിൻ പോലീസുകാർക്ക് മുൻപാകെ മൊഴി നൽകിയിട്ടുണ്ട്.
അതായത് കറുത്ത ചുരുണ്ട മുടിയുള്ള ഒരാളെ കൊലപാതകം നടന്ന സ്ഥലത്ത് വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടു എന്ന് മൊഴി നൽകിയ വ്യക്തിയാണ് ഈ കോളിൻ. 2 വർഷങ്ങൾക്കിപ്പുറം കോളിൻ ഈ കേസിലെ പ്രൈം സസ്പെക്റ്റായി മാറി. കാരണം ക്ലയറിന്റെ കേസിൽ മൊഴി നൽകിയപ്പോൾ തന്നെ കോളിന്റെ മൊഴികളിലെ ചില പൊരുത്തക്കേടുകൾ പോലീസ് ശ്രദ്ധിച്ചതാണ്. ആദ്യത്തെ മൊഴിയിൽ 6:30 താൻ കില്ലറാണെന്ന് സംശയിക്കുന്ന വ്യക്തിയെ കണ്ടത് എന്ന് മൊഴി നൽകിയ കോളിൻ ഒരാഴ്ചയ്ക്ക് ശേഷം സമയം 5:30 എന്നാക്കി തിരുത്തി. പിന്നീട് 5:30 എന്ന മൊഴിയിൽ അയാൾ ഉറച്ചു നിൽക്കുകയായിരുന്നു. ക്ലയർ കൊല ചെയ്യപ്പെട്ട സമയത്ത് താനും കോളിനും വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നും അവന്റെ അമ്മയും മൊഴി നൽകിയതിനെ തുടർന്നാണ് അന്ന് കോളിനെതിരെ കൂടുതൽ അന്വേഷണം നടക്കാതിരുന്നത്. എന്നാൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന തെളിവുകളെല്ലാം കോളിനെതിരാണ്. ഇതോടെ അയാളുടെ വീടിനകത്ത് പരിശോധന നടത്തുന്നതിനായി അന്വേഷണ സംഘം വാറണ്ട് സംഘടിപ്പിക്കുകയും ആ വീട്ടിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ആ വീടിനകത്ത് നിന്നും പോലീസുകാർക്ക് ഒരു വലിയ കത്തി ലഭിച്ചു. ക്ലയറിന്റെയും അവസാനമായി ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെയും ദേഹത്തേറ്റ മുറിവുകൾ വലിയൊരു കത്തി കൊണ്ടായതാണ് എന്നാണ് കണ്ടെത്തൽ. ഇതിനു പുറമെ കോളിന്റെ റൂമിനകത്ത് നിന്നും അയാളുടെ ഒരു ഡയറി കണ്ടെത്തി. അത് തുറന്നു വായിച്ചതോടെ അന്വേഷണ സംഘം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തെറിച്ചുപോയി. ക്ലയർ കൊല ചെയ്യപ്പെടുന്നതിന് 4 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1988 നടന്ന അറ്റാക്കിനെ കുറിച്ചാണ് ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. 1988 ആ പെൺകുട്ടിയെ ആക്രമിച്ചത് ഞാനാണ്. 95% വിജയസാധ്യത കൽപ്പിച്ചിരുന്ന ആ അറ്റാക്ക് എന്റെ മാസ്റ്റർ പീസ് ആവേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ അവൾ രക്ഷപ്പെട്ടു. അടുത്ത തവണ ഇതിലും മികച്ചതാക്കാൻ ഞാൻ ശ്രമിക്കും എന്നാണ് ആ ഡയറിയിൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ അടുത്തുള്ള ഒരു കെയർ ഹോമിലേക്ക് അതിക്രമിച്ചു കയറി ഒരു കൊലപാതകം നടത്താൻ തീരുമാനിച്ചതിനെക്കുറിച്ചും അത് നടത്താൻ കഴിയാതെ പോയതിനെക്കുറിച്ചുമെല്ലാം വളരെ നിരാശയോടെ കോളിൻ ആ ഡയറിയിൽ വിവരിക്കുന്നുണ്ട്. ഇതോടെ കോളിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തു. ക്ലയർ കൊല ചെയ്യപ്പെട്ട സ്ഥലത്തിനടുത്ത് വെച്ച് മറ്റൊരു പെൺകുട്ടി ആക്രമിക്കപ്പെട്ട കേസിലാണ് നിലവിൽ കോളിൻ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനിടെ കോളിൻ കുറ്റസമ്മതം നടത്തുകയും ചെയ്തു. ആ പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനാണ് എന്നുള്ള പോലീസുകാരുടെ ചോദ്യത്തിന് കോളിൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: അന്ന് ഞാൻ എൻ്റെ ഗേൾഫ്രണ്ടുമായി വഴക്കിട്ടിരുന്നു. അവൾ എന്നെ ചതിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന്റെ ദേഷ്യത്തിൽ വീട്ടിൽ നിന്നും ഒരു വലിയ കത്തിയുമെടുത്ത് ഞാൻ റോഡിലേക്ക് ഇറങ്ങി. ആരെയെങ്കിലും കൊലപ്പെടുത്തണമെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു പെൺകുട്ടിയെ ആക്രമിച്ചത്. അവൾ ആരാണ് എന്നൊന്നും എനിക്കറിയില്ല. ദേഷ്യം വരുമ്പോൾ ഇതുപോലെ ആരെയെങ്കിലും ആക്രമിച്ചാൽ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടും. അവൻ്റെ ഈ ഒരു വെളിപ്പെടുത്തൽ കേട്ട് എല്ലാവരും ഒരു നിമിഷം ഞെട്ടി. സാഡിസ്റ്റിക് മനോഭാവമുള്ള കോളിൻ സമൂഹത്തിന് തന്നെ അപകടമാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായി. നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളും കോളിന്റെ വെളിപ്പെടുത്തലുകളുമെല്ലാം വെച്ച് 1988 95 അക്രമങ്ങൾക്ക് പിന്നിൽ കോളിനാണ് എന്നുള്ള കാര്യം ഉറപ്പായി. പക്ഷേ ക്ലയറിന്റെ കൊലപാതകത്തിൽ മാത്രം കോളിന്റെ പങ്ക് തെളിയിക്കാനായില്ല. കോളിനാണെങ്കിൽ ക്ലയറിനെ കൊലപ്പെടുത്തിയത് താനല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കോളിൻ തന്നെയാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് അന്വേഷണ സംഘം വിശ്വസിക്കുന്നത്. കോളിന്റെ ഫാമിലിയും ക്ലയറിന്റെ ഫാമിലിയും പരിചയക്കാരാണ്. ക്ലയർ കൊല ചെയ്യപ്പെടുന്നതിന് 4 ദിവസങ്ങൾക്ക് മുൻപ് നടന്ന അവളുടെ ബർത്ത്ഡേ പാർട്ടിയിൽ ഉൾപ്പെടെ കോളിൻ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവളുടെ മരണാനന്തര ചടങ്ങിലും കോളിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. ക്ലയറിന്റെ കൊലപാതകത്തിൽ കില്ലറാണെന്ന് സംശയിക്കുന്ന വ്യക്തിയെ കണ്ടു എന്ന് പോലീസിന് മൊഴി നൽകിയ കോളിൻ സമാനമായ 2 കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ കില്ലർ അവനാണെന്ന് പോലീസ് ഉറപ്പിച്ചിരുന്നു. പക്ഷേ ക്ലയറിന്റെ കേസിൽ കോളിനെതിരായിട്ടുള്ള തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് തന്നെ 1988 95 കൊലപാതക ശ്രമങ്ങൾക്ക് മാത്രമാണ് കോളിൻ ശിക്ഷിക്കപ്പെട്ടത്. 1996 ഈ കേസുകളിലെ വിചാരണ പൂർത്തിയായപ്പോൾ കോളിന് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. 15 വർഷങ്ങൾക്ക് ശേഷം കോളിന് പരോൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയ ഇൻവെസ്റ്റിഗേഷൻ ടീം ക്ലയറിന്റെ കൊലപാതകത്തിൽ കോളിന്റെ പങ്ക് തെളിയിക്കുന്നതിനുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ കൊലപാതകം നടക്കുമ്പോൾ കോളിൻ തന്നോടൊപ്പമാണ് ഉണ്ടായിരുന്നത് എന്നുള്ള കോളിന്റെ അമ്മയുടെ മൊഴിയാണ് പോലീസ് അന്വേഷണത്തിൽ തടസ്സമായി നിൽക്കുന്നത്. കോളിന്റെ അമ്മ സിറ്റി മേയറും അച്ഛൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അഡ്വൈസറുമാണ്. അവരുടെ സ്റ്റാറ്റസിന് കോട്ടം തട്ടാതിരിക്കാനായി അവർ മകനെ കേസിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ നുണ പറയുകയാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. എങ്കിലും തെളിവുകൾ കണ്ടെത്താൻ കഴിയാതെ അന്വേഷണം വഴിമുട്ടി. ഇതേസമയം ജയിലിനകത്തുള്ള കോളിന്റെ ഓരോ പ്രവൃത്തികളും അന്വേഷണ സംഘം ജയിലധികൃതരുടെ സഹായത്തോടെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ജയിലിനകത്ത് വെച്ചും കോളിന് ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നു. ആ ഡയറി കോളിൻ അറിയാതെ ജയിലധികൃതർ പരിശോധിച്ചപ്പോൾ കോളിന്റെ പരിചയക്കാരായ നിരവധി സ്ത്രീകളെക്കുറിച്ചുള്ള വികൃതമായ പല കാര്യങ്ങളുമാണ് അതിലെഴുതി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലായി.
പോലീസ് കണ്ടെത്തിയ പഴയ ഡയറി കുറിപ്പുകൾ പോലെ തന്നെ അവ കോളിന്റെ വികൃതമായ മാനസികാവസ്ഥയെ വരച്ചു കാട്ടുന്നതായിരുന്നു. പക്ഷേ ആ ഡയറി കുറിപ്പുകളിലൊന്നും ക്ലെയറിന്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള സൂചനകൾ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കോളിൻ തന്നെയാണ് തങ്ങളുടെ മകളെ കൊലപ്പെടുത്തിയത് എന്ന് ക്ലെയറിന്റെ പേരൻസിന് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ മകളെ കൊന്ന കേസിൽ കോളിൻ ശിക്ഷിക്കപ്പെടാതിരുന്നത് അവരെ മാനസികമായി തളർത്തി. 2008 ക്യാൻസർ ബാധിച്ച് ക്ലെയറിന്റെ അമ്മ ലിൻഡ മരണപ്പെട്ടു. 2012 ക്ലെയറിന്റെ അച്ഛനും മരിച്ചു. ഏക മകൾക്ക് നീതി ലഭിക്കുന്നത് കാണാൻ കഴിയാതെ പാരന്റ്സ് മരണപ്പെട്ടു എന്നുള്ള വാർത്ത ബ്രിട്ടീഷ് ജനതയുടെ മനസ്സിനെയും വേദനിപ്പിച്ചു. ഇതേ തുടർന്ന് 2013 കേസ് വീണ്ടും പൊതുജന ശ്രദ്ധ നേടുകയും പോലീസ് കേസ് അന്വേഷണം പുനരാരംഭിക്കുകയും ചെയ്തു. ക്ലെയറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്നവർ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞ് പോലീസ് പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചു. അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഡേവിഡ് കാമറോൺ ഉൾപ്പെടെ പോലീസിന്റെ ശ്രമങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെയാണ് ഈ കേസിലൊരു വഴിത്തിരിവുണ്ടായത്. കോളിന്റെ കൂടെ സെല്ലിലുണ്ടായിരുന്ന ഒരു മുൻ തടവുകാരനാണ് നിർണായക വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത്. ക്ലെയറിന്റെ കൊലപാതകത്തിനെക്കുറിച്ച് കോളിൻ തന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാണ് അയാൾ പറഞ്ഞത്. അയാളുടെ വെളിപ്പെടുത്തൽ പ്രകാരം അന്ന് നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 1993 ജനുവരി 18 വൈകുന്നേരത്തോടെ ക്ലെയർ ടിൽറ്റ്മാൻ അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുന്ന സ്ട്രീറ്റിലേക്ക് കയറുന്നതിനായി ക്ലെയർ ഒരു ഇടവഴിയിലേക്ക് കയറി. ഈ സമയത്താണ് കോളിൻ ആ വഴിയിലൂടെ നടന്നു വന്നതും അവളെ കടന്നുപോയതും. പെട്ടെന്ന് അവന്റെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നുപോയി എന്നും കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ക്ലെയറിന്റെ പുറകിലൂടെ ചെന്ന് അവളെ കുത്തി വീഴ്ത്തിയെന്നുമാണ് കോളിൻ സഹതടവുകാരനോട് പറഞ്ഞത്. ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ്. കോളിൻ നടത്തുന്ന അക്രമങ്ങൾക്ക് പിന്നിൽ കൃത്യമായൊരു മോട്ടീവ് ഒന്നുമില്ല. കൊലപാതകം നടത്തുന്നതിൽ അയാൾ സന്തോഷം കണ്ടെത്തുന്നു, അത്രയേ ഉള്ളൂ. ഇനി കോളിൻ പുറത്തിറങ്ങിയാൽ വീണ്ടും കൊലപാതകങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ക്ലെയറിന്റെ കൊലപാതകത്തിൽ കോളിനെ പ്രതി ചേർത്ത് കേസ് വിചാരണയ്ക്ക് കൊണ്ടുപോവാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു. സാഹചര്യ തെളിവുകൾ മാത്രമുള്ള ഈ കേസ് കോടതിയിൽ വാദിച്ചു ജയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ പ്രോസിക്യൂഷൻ ടീമിന് ആശങ്കയുണ്ടായിരുന്നു. ഈ സമയത്താണ് ബ്രിട്ടനിൽ ഒരു പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നത്. ഒരു കേസിലെ വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രതി ചേർക്കപ്പെട്ട വ്യക്തി സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് മുൻപ് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ജഡ്ജ്മെന്റുകൾ കോടതിയിൽ കൊണ്ടുവരാനും കേസിന് അനുകൂലമായി ഉപയോഗിക്കാനും പ്രോസിക്യൂഷനെ അനുവദിക്കുന്നതായിരുന്നു ആ നിയമം. ഇതോടെ 2014 ഫെബ്രുവരി മാസത്തിൽ ക്ലെയർ ടിൽറ്റ്മാന്റെ മർഡർ കേസിലെ വിചാരണ ആരംഭിച്ചു. 17 വർഷങ്ങൾക്ക് ശേഷം മുൻപ് ലഭിച്ച ജീവപര്യന്തത്തിൽ കോളിൻ പരോളിന് അപേക്ഷ നൽകി കാത്തിരിക്കുമ്പോഴാണ് പുതിയ കേസിന്റെ വിചാരണ ആരംഭിച്ചത്. ഡിസംബറോടെ വിചാരണ പൂർത്തിയാക്കി കേസിൽ ശിക്ഷ വിധിച്ചു. കോളിൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി അയാളെ വീണ്ടും ജീവപര്യന്തം തടവിനാണ് ശിക്ഷിച്ചത്. കൊലപാതകം നടന്ന് 21 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രതി ശിക്ഷിക്കപ്പെട്ടതെങ്കിലും അതിൽ 17 വർഷത്തോളം അയാൾ മറ്റു കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ തന്നെയായിരുന്നു. യാതൊരു മോട്ടീവുമില്ലാതെയാണ് പ്രതി കൊലപാതകങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അയാളെ പുറത്തുവിട്ടാൽ അത് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാണ്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.